കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ എല്ലാ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് എല്ലാ വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കണ്ണുകളും കർണാടകയിലെ അങ്കോളയിലേക്കാണ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ കർണാടകയിൽ സംഭവിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ പല ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു പ്രതിഭാസങ്ങൾ ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വാർത്ത, ഒരുപാട് ആളുകൾ മനസ്സിലാക്കുന്നത് അർജുൻ എന്ന് പറയുന്ന ഒരു മലയാളി ട്രക്ക് വാഹനമാണ് ഇതിനകത്ത് പരിക്കേറ്റിട്ടുള്ളത്, അപകടം സംഭവിച്ചിട്ടുള്ളത്. ഡെഡ് ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇത്രയും സമയമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തത് അർജുന്റെ വിഷയം മാത്രമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാനലുകളുടെ അമിത പ്രാധാന്യം കാണുമ്പോൾ നമുക്കത് തന്നെയാണ് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ തോന്നുക. എന്നാൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും അർജുന്റെ ഡെഡ് ബോഡി മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ 5 പേരുണ്ടായിരുന്നു, 4 പേർ ജോലിക്ക് പോയി, ഒരു മുത്തശ്ശി മാത്രം ആ വീട്ടിലുണ്ടായിരുന്നു. ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള വീടുകൾ നശിച്ചതിന്റെ ഭാഗമായിട്ട് ഈ മുത്തശ്ശിയും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും മരണപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെ ഇന്നലെ രാത്രിയാണ് ആ ഒരു മുത്തശ്ശിയുടെ ഡെഡ് ബോഡി തിരിച്ചെത്തി. അത്തരത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്, ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾക്കിടയിലുള്ള ഒരു സംഭവമാണ് മലയാളിയായ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അപകടത്തിൽപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പുറത്ത് കിട്ടാത്തത് അവിടെ തെരച്ചിൽ ശക്തമാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ക്രിയാത്മകമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കൃത്യമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മലയാളികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മലയാളികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അർജുനെ തിരിച്ച് എവിടെയാണുള്ളത് എന്ന്, ജീവനോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും എവിടെയാണുള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അതേപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അമിത പ്രാധാന്യത്തോടു കൂടി ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അത്തരം വാർത്തകളാണ് സത്യത്തിൽ മാധ്യമങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. കാരണം ഒരു അർജുൻ മാത്രമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈ അർജുന്റെ കുടുംബത്തിൽ ഇരയാക്കപ്പെട്ട ആളുകളെടുത്ത് ഇവരുടെ കുടുംബത്തിൽ ഒരു വല്ലായ്മ അല്ലെങ്കിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അർജുന്റെ മൃതദേഹം മാത്രം കിട്ടിയില്ല, അർജുനെ മിസ്സിംഗ് ആയത് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല, ബാക്കിയൊക്കെ കൃത്യമായി നടക്കുന്നു. അതേപോലെ ദുരന്ത നിവാരണ സേനയും മിലിറ്ററിയും മറ്റ് ബന്ധപ്പെട്ട അധികൃതരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ശക്തമായ വീഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ. അപ്പം അവരെ ആശ്വസിപ്പിക്കേണ്ട വാർത്തകൾക്ക് പകരം, എന്നാൽ അത്തരം സംഭവം അർജുൻ്റെത് മാത്രമല്ല, കർണാടകയിലെ അങ്കോളയിൽ ഒരുപാട് ജീവനുകൾ ഇതേപോലെ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വീടുകൾ മണ്ണിനടിയിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് അർജുൻ എന്നുള്ള വാർത്തകൾക്ക് പകരം ഒരു ഊതിവീർപ്പിച്ച വാർത്തകളാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. ചില മാധ്യമങ്ങൾ ആ സൈറ്റിൽ ഇല്ലാതെ പോലും ചില വീഡിയോകളും വാർത്തകളും അല്ലെങ്കിൽ ചില ക്ലിപ്പുകളും ഒക്കെ മറ്റുള്ളവരിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു പ്രകൃതി ദുരന്തം ലോകത്ത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെയൊക്കെ 100% ഡെഡ് ബോഡി പോയിട്ട് 50% പോലും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴ കാരണം തെരച്ചിലുകൾ 7 മണിക്ക് ശേഷമൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു. അതൊക്കെ ഒരു പോരായ്മകളായിട്ടാണ് ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ജീവന്റെ മിസ്സിംഗ് ആണെന്ന് കരുതിയിട്ട് ഒരുപാട് ആളുകളുടെ ജീവന് കൂടി ബലിയർപ്പിക്കണം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു വിരോധാഭാസം തന്നെയാണ്. ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലൊക്കെ അതിനുശേഷവും സംഭവിച്ചിട്ടുണ്ട്. ദുരന്തം നടന്ന പ്രദേശമാണത്. മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് കംപ്ലീറ്റ് മണ്ണുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുഴയിലാണ് സെർച്ചിങ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെയുള്ള നിലവിലുള്ള കാഴ്ചകൾ ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ വാർത്തകൾക്ക്, സത്യസന്ധമായ വാർത്തകൾക്കും അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വാർത്തകളും നൽകാം എന്നതിനപ്പുറത്ത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തെ പ്രയാസത്തിലാക്കാതിരിക്കുക,
ആ കുടുംബത്തോടൊപ്പം അവർക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഷെയർ ചെയ്യാൻ അവസരത്തിൽ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആശ്വസിപ്പിക്കുന്നതിന് പകരം നിരന്തരം അർജുൻ അർജുൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളൊന്നും അവിടെ ഒന്നും സംഭവിക്കാതെ അർജുൻ എന്നൊരു വ്യക്തിക്കും ആ ഒരു ലോറിക്കും മാത്രം ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന രീതിയിൽ അമിത പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർത്തകൾ അത്തരം ചില മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം വാർത്തകൾ അവസാനിപ്പിക്കുക എന്നതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.